ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നാടുവിട്ട് തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ സൂ കാണാൻ പോയതാണ്. അവിടുത്തെ സൂ ആണെങ്കിൽ ഫസ്റ്റ് ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ നല്ല ആർക്കൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഫോറസ്റ്റ് വൈബൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വലിയ സൂ ആണ്, നല്ല സ്പേസൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മളവിടെ പോയപ്പോൾ മെയിനായിട്ട് കുറേ ടൈപ്സ് ഓഫ് മങ്കീസിനെ കണ്ടു. കുറേ വെറൈറ്റി ഉണ്ട് അവിടെ. നമ്മൾ തന്നെ 3-4 കണ്ടു. അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനെ കാണാൻ. പിന്നെ നമ്മൾ ഒരു പക്ഷീനെ കണ്ടു. ഈ പക്ഷിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ കൊറ്റികൾ കണ്ടു. കൊറ്റികൾക്ക് വേണ്ടിയിട്ട് മാത്രം അവിടെ ഒരു കുളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരിനെ കാണാൻ നമുക്ക് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ നീർനായൊക്കെ ഇങ്ങനെ പോണതൊന്നും തൃശ്ശൂർ സൂവിൽ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ തൃശ്ശൂർ സൂവിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഈ കരടിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു കരടി, ആ മരത്തിൻ്റെ മേലെ ഒരു എലിക്കുട്ടി ഉണ്ട്. ആ എലിനെ തിന്നാൻ കുറേ നേരമായിട്ട് നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തത്രപ്പാടിലാണ് അത് നിൽക്കുന്നത് അവിടെ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സിംഹത്തിനെ കണ്ടു. സിംഹം അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അതിൻ്റെ ഫീമെയിൽ അതിൻ്റെ അപ്പുറത്തുണ്ട്, പക്ഷേ അത് വീഡിയോയിൽ കിട്ടിയില്ല. പിന്നെ നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസിനെ സാധാരണ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് കാണാറ്. പക്ഷേ ഇപ്രാവശ്യം അവിടെ പോയി കഴിഞ്ഞപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നതും അതിൻ്റെ കരയിൽ നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റി. പിന്നെ നമ്മുടെ മ്ലാവിനെ കണ്ടു. അവർക്ക് അവിടെ പുല്ല് തിന്നാൻ കൊടുക്കുന്ന സമയമായിരുന്നു, അവർ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചേട്ടൻ അതൊക്കെ വൃത്തിയാക്കേണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മൾ യമു, പിന്നെ ഒട്ടക പക്ഷിയൊക്കെ ഒരിതിലായിരുന്നു. പിന്നെ നമ്മുടെ കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മുടെ ചീറ്റനെ തൃശ്ശൂർ സൂവിൽ ഇങ്ങനെ വിട്ടിട്ടില്ല. ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സ്പേസിൽ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ സൂവിൽ ഇങ്ങനെ എല്ലാവരും ഒരു കേസ് പോലെ ഇട്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ നടക്കണത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഗഡ്സിലാണ് അവർ നടക്കണേ. അത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടൈഗർ ഉണ്ട്. ടൈഗറിനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ടൈഗറും ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മുടെ മാനുകളുണ്ടായിരുന്നു, പുള്ളിമാൻ. അപ്പോൾ അത്രയുള്ള ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം. ടാറ്റാ.